ഈ ഒരു ഇമേജ് മൊബൈൽ ലൈറ്റ് റൂമിലൂടെ ഈ ഒരു ഔട്ട്പുട്ടിലേക്ക് എങ്ങനെ കൊണ്ടുവരാൻ നോക്കാം. ഫസ്റ്റിൽ തന്നെ കർവ് ഉപയോഗിച്ചുകൊണ്ട് എക്സ്പോഷേഴ്സ് അഡ്ജസ്റ്റ് ചെയ്യുന്നു. കർവ് ഉപയോഗിച്ച് കോൺട്രാസ്റ്റ് കുറയ്ക്കുകയാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. ബ്ലൂ കർവിലേക്ക് പോയിട്ട് ഷാഡോസിൽ വാം ടോൺ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു, ബാക്കിയൊക്കെ ന്യൂട്രലൈസ് ചെയ്യുന്നു. ഗ്രീൻ കർവിലേക്ക് പോയിട്ട് ഷാഡോയിൽ മജന്റ ആഡ് ചെയ്ത് കൊടുക്കുന്നു, ബാക്കി ന്യൂട്രലൈസ് ചെയ്യുന്നു. റെഡ് കർവിലേക്ക് പോയിട്ട് സിയാൻ ടോൺ ഷാഡോയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നു, കുറച്ച് റെഡ് ഹൈലൈറ്റിലും മിഡ് ടോണിലേക്ക്. ബേസിക് കർവിലൂടെ കുറച്ച് കോൺട്രാസ്റ്റ് ഈ കളർ കർവ്സിലൂടെ നമ്മൾ തിരിച്ചു കൊണ്ടുവരികയും ചെയ്തു. ആവശ്യമുള്ള കളേഴ്സ് ഇൻക്ലൂഡ് ചെയ്യുകയും ചെയ്തു. ശേഷം കളർ ഗ്രേഡിംഗിലേക്ക് പോയിട്ട് ഹൈലൈറ്റിലേക്ക് കുറച്ച് കൂൾ ടോൺ ആഡ് ചെയ്ത് കൊടുക്കുന്നു. അതുപോലെ തന്നെ ഷാഡോസിലും മിഡ് ടോൺസിലും കുറച്ച് വാം ടോൺസ് ആഡ് ചെയ്ത് കൊടുക്കുന്നു. കൂൾ ടോൺ ഗ്ലോബലിലേക്കും ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ശേഷം അഡാപ്റ്റീവ് പ്രീസെറ്റിലേക്ക് പോയിട്ട് പോളിഷ്ഡ് പോർട്രേറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. അതുപോലെ തന്നെ ക്ലോത്ത് എൻഹാൻസ്മെന്റും സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിലൂടെ മാസ്ക് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള ചേഞ്ചസുകൾ വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. പ്രീസെറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് സ്കിന്നിൻ്റെ ഫുൾ ഡീറ്റെയിൽ പോയിട്ടുണ്ട്. അതൊന്ന് തിരിച്ച് കളക്ട് ചെയ്യുന്നതിനായിട്ട് എഫക്റ്റിൽ പോയിട്ട് ടെക്സ്ചറും ക്ലാരിറ്റിയും ഒന്നുകൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. ശേഷം ആവശ്യമെന്ന് തോന്നുന്ന ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്ത് കൊടുക്കുന്നു. ആ ഡ്രസ്സിന്റെ റിഫ്ലക്ഷനിൽ നിന്ന് സ്കിന്നിലേക്ക് വന്നിരിക്കുന്ന റെഡ് ടോൺ നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. സബ്ജക്റ്റിനെ സെലക്ട് ചെയ്ത് സബ്ജക്റ്റിന് മാത്രമായിട്ട് ഒന്ന് ഡീറ്റെയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നു. ശേഷം ബാക്ക്ഗ്രൗണ്ടിനെ സെലക്ട് ചെയ്ത് ബാക്ക്ഗ്രൗണ്ടിലും കുറച്ച് ഡീറ്റെയിൽസ് കളക്ട് ചെയ്തെടുക്കുന്നു. ഹൈലൈറ്റ് നിന്ന് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് വരുന്നത്. വീഡിയോസ് ഉപകാരപ്രദമാകുകയാണെങ്കിൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ.